നമ്മളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഭയങ്കര മോശമാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം മെനക്കെടുന്ന, അല്ലെങ്കിൽ ഒരുപാട് സമയം അതിന് ചിലവഴിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ബോഡി പാർട്ടിനോട് മാത്രം ആലോചിച്ചിട്ട്, ആ ബോഡി പാർട്ടിനെ കുറിച്ച് മാത്രം ആലോചിച്ചിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, ഇപ്പോൾ പഠനത്തിൽ പോലും ഈ സംഗതികളൊക്കെ ബാധിച്ചിട്ട് ഒട്ടും പഠിക്കാൻ പറ്റാതെ എക്സാം എഴുതാൻ പോകുമ്പോൾ പോലും എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയും പിന്നെ മാർക്കൊക്കെ പറ്റ കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ഈ കുട്ടി എത്തിയിട്ടുണ്ട്. ഹലോ, ഞാൻ ഫർഹാൻ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. നമ്മളടുത്തേക്ക് വരുന്ന മിക്കവാറും അഡോളസൻ്റ് ആയിട്ടുള്ള ടീനേജിലുള്ള കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പുറത്തുള്ള ആളുകളോട് പരിചയമില്ലാത്തതോ അല്ലെങ്കിൽ അത്രക്ക് അങ്ങോട്ട് അടുപ്പമില്ലാത്തതോ ആയിട്ടുള്ള ആളുകളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ, മിക്കപ്പോഴും പരിചയമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ പോലും ഭയങ്കര പേടിയാവുക, അവരെന്തെങ്കിലും വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് അവരടുത്തേക്ക് പോകാൻ ഭയങ്കര പേടിയാവുക, സംസാരിക്കാൻ പേടിയാവുക. ഇനി അവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇയാളെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, ഇയാളെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര തോട്ട് വന്നിട്ട് ഇടങ്ങാറാക്കുക, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുക എന്നുള്ളതൊക്കെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന സംഗതികളാണ്. മിക്കവാറും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ സോഷ്യൽ ആങ്സൈറ്റി പോലെയുള്ള സംഗതികളൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്ക് ലീഡ് ചെയ്യുന്ന വേറൊരു കണ്ടീഷനാണ്, മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഭയങ്കര മോശമാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം മെനക്കെടുന്ന, അല്ലെങ്കിൽ ഒരുപാട് സമയം അതിന് ചിലവഴിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ബോഡി പാർട്ടിനോട് മാത്രം ആലോചിച്ചിട്ട്, ആ ബോഡി പാർട്ടിനെ കുറിച്ച് മാത്രം ആലോചിച്ചിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും അവർ പേടിക്കുന്ന ഈ ബോഡി പാർട്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാത്തതോ അല്ലെങ്കിൽ വളരെ മൈനറായിട്ടുള്ള ആളുകൾ അത് ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത വളരെ ചെറിയ എന്തെങ്കിലും സാധനത്തിന് മുകളിലൊക്കെ ആയിരിക്കും അവർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവുക. ചിലപ്പോൾ മുടിയുടെ ഒരു തിക്നെസ്, അല്ലെങ്കിൽ കണ്ണിൻ്റെ പിരികം, ചുണ്ടിൻ്റെ തടിപ്പ്, വിരൽ നഖങ്ങൾ, ഇങ്ങനെയുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കാത്ത ഭാഗങ്ങളൊക്കെ ആയിരിക്കും അവർ ഭയങ്കര കൺസേൺഡ് ആയിട്ടുണ്ടാവുക. എന്നിട്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ടോ അത് ശരിയാവോ എന്നുള്ളത് തോന്നിയിട്ടോ ഒരുപാട് സമയം അതിൻ്റെ മുകളിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറിൻ്റെ ഒരു പ്രത്യേകത. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി ടീനേജാണ്, 22-23 വയസ്സാണ് ആ കുട്ടിക്കുള്ളത്, കോളേജിൽ പഠിക്കുകയാണ്. ആദ്യമൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു, എല്ലാ ആളുകളോടും ഭയങ്കര രസമായിട്ട് ഇടപെട്ട് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന ഒരു കുട്ടിയൊക്കെ ആയിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്താണ്, ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ഒക്കെ ആവുന്ന സമയത്താണ് വളരെ പതുക്കെ ഈ കുട്ടി ബാക്കോട്ട് അടിക്കാൻ തുടങ്ങിയത്. ബാക്കോട്ട് അടിക്കുക എന്ന് പറയുമ്പോൾ അധികം ഫ്രണ്ട്സിനോടൊന്നും അങ്ങോട്ട് കയറിയിട്ട് സംസാരിക്കില്ല, പുതിയ ആളുകളോടൊന്നും തീരെ സംസാരിക്കില്ല, ആളുകളോട് സംസാരിക്കാൻ വന്നാൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ തുടങ്ങും. അതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത, കൊറോണ വന്നപ്പോൾ പോലും ഉപയോഗിച്ചിട്ടില്ലാത്ത മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് പിന്നീട് എല്ലാ ദിവസവും കോളേജിലേക്ക് പോകാറുള്ളത്. അതുപോലെ തന്നെ പ്രോഗ്രാമിനൊക്കെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷേ പ്രോഗ്രാമിന് പോകാത്ത, ഒരു കോളേജിലൊരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുക പോലും ഇല്ല എന്നുള്ള രീതിയിലേക്ക്, പ്രത്യേകിച്ച് വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് പോലും അവിടേക്ക് പോവാതെ എക്സാം ഉണ്ട്, ക്ലാസ് ഉണ്ട്, ലീവാക്കാൻ പറ്റൂല എന്നുള്ള രീതിയിലൊക്കെ ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് പോകാത്ത ഒരവസ്ഥയൊക്കെയാണ് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് മാത്രമല്ല, നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, ഇപ്പോൾ പഠനത്തിൽ പോലും ഈ സംഗതികളൊക്കെ ബാധിച്ചിട്ട് ഒട്ടും പഠിക്കാൻ പറ്റാതെ എക്സാം എഴുതാൻ പോകുമ്പോൾ പോലും എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയും പിന്നെ മാർക്കൊക്കെ പറ്റ കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ഈ കുട്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടി വന്ന് സംസാരിക്കുന്ന സമയത്ത് കുട്ടിയിൽ ആദ്യം കണ്ടിട്ടുള്ളത് ഡിപ്രസീവ് സിംറ്റംസ് ആണ്. അഥവാ കുട്ടി പറയുന്നത് എന്നെ ഒന്നിനും കൊള്ളൂല, ഞാൻ എവിടെ എത്തൂല, എന്നെ വലുതായി കഴിഞ്ഞാലും ഈ പഠിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് നല്ലൊരു ജോലിയൊന്നും കിട്ടില്ല, ആളുകളൊക്കെ എന്നെ പറ്റി വളരെ മോശമായിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, ആളുകൾക്കൊന്നും എന്നോട് അത്ര വലിയ ഒരു ഇഷ്ടമൊന്നുമില്ല, വീട്ടിലാണെങ്കിൽ പോലും എനിക്ക് പുറത്തിറങ്ങി നടക്കാനൊന്നും എനിക്ക് തോന്നണില്ല, എനിക്കിങ്ങനെ വീട്ടിൻ്റെ അകത്ത് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ചോദിച്ചു, താല്പര്യമില്ലാഞ്ഞിട്ടാണോ, അതല്ല മിക്കവാറും ആളുകൾക്ക് അങ്ങനെ പുറത്തിറങ്ങി താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും, അങ്ങനെ താല്പര്യമില്ലാഞ്ഞിട്ടാണോ, അതോ അങ്ങനെ പോകാൻ താല്പര്യമുണ്ട് പക്ഷേ
പോകാനുള്ള പേടി കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതുവരെ പുറത്തിറങ്ങി നടന്നിട്ടുള്ള ഒരാളൊക്കെ തന്നെയായിരുന്നു, +2 വരെയൊക്കെ നല്ല ആക്റ്റീവായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് പേടിയാണ്. രണ്ടാളുകളിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അവരെന്നെ പറ്റി മോശമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ, എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് പേടിയാവുന്നത് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ തന്നെ എന്താണ്, ജീവിതം മടുത്തു, ഇനി മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ചില ഡെത്ത് വിഷസുകളും സംഗതികളൊക്കെ ഇടയ്ക്കൊന്ന് വന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡിപ്രഷൻ്റെ സിംറ്റംസ് ആണ്. അഥവാ ആളുകളിൽ നിന്നും അകന്ന് നിൽക്കുക, ഒന്നിനും പറ്റില്ല എന്ന് തോന്നുക, വേർത്ത്ലെസ് ആയിട്ട് തോന്നുക എന്നുള്ളതൊക്കെ, സൂയിസൈഡൽ ഐഡിയേഷൻസ് ഉണ്ടാകുന്നതൊക്കെ ഡിപ്രഷൻ്റെ സിംറ്റം ആണ്. പക്ഷേ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച സമയത്ത് ആളുകളുടെ ഇടയിലേക്ക് പോകുമ്പോഴാണ് കൂടുതലായിട്ട് പ്രശ്നം വരുന്നത്. വേറെ സ്ഥലങ്ങളിലൊന്നും പ്രശ്നമില്ല. ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഏതെങ്കിലും രീതിയിൽ എന്നെ ഇവാലുവേറ്റ് ചെയ്യുകയോ ജഡ്ജ് ചെയ്യുകയോ എന്നുള്ള രീതിയിലൊക്കെയാണ് കുട്ടി പോകുന്നത്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച സമയത്ത് ആ കുട്ടി പറഞ്ഞത് മാസ്ക് ഇട്ടിട്ടാണ് വന്നത്. അപ്പം കുട്ടിനോട് ചോദിച്ചു മാസ്ക് ഇട്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മുഖം കാണാൻ അത്ര രസമില്ല, നല്ല വൃത്തികേടാണ് എൻ്റെ മുഖം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ വൃത്തികേടെന്ന് ചോദിച്ചപ്പോൾ ചുണ്ട് കുറച്ച് തടിച്ചിട്ടാണ്, അത് ആളുകൾക്ക് ഭയങ്കര അരോചകമായിട്ടാണല്ലോ തോന്നുന്നത്, തടിച്ച ചുണ്ടുള്ള ആളുകൾക്ക് ഇഷ്ടമല്ലല്ലോ എന്നുള്ളതാണ് അയാളുടെ പ്രശ്നം. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് എപ്പോഴും മാസ്ക് ഇട്ട് നടക്കുന്നത്. ഈ മാസ്ക് ഇട്ട് നടന്നിട്ട് പോലും ആ കുട്ടി എപ്പോഴും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കണ്ണടൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒരുപാട് നേരം ഈ ചുണ്ട് തടിച്ചതാണോ അല്ലേ എന്നുള്ളത് ഒരുപാട് സമയം ചെക്ക് ചെയ്യും. എന്നിട്ട് തടിച്ചതാണ് എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കും. ഇങ്ങനെയൊക്കെയാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ സ്വന്തത്തിനോട് തന്നെ, മുഖത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ചുണ്ട്, അത് രസമില്ല, വികൃതമാണ് എന്നുള്ളതാണ് ആ കുട്ടി വിചാരിക്കുന്നത്. ആ ഒരു വിചാരം കൊണ്ടാണ് കുട്ടി കോളേജിലേക്കൊക്കെ പോകുന്നത്. സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ആ സ്വന്തം ശരീരത്തിനോട് അല്ലെങ്കിൽ സൗന്ദര്യത്തിനോട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആ കുട്ടി ചിന്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ ഇയാളെക്കുറിച്ച് മോശമായിട്ട് ആളുകൾ വിചാരിക്കുന്നുണ്ടോ എന്നുള്ള പേടി കുട്ടിക്ക് വരുന്നത്. മോശമായിട്ട് എന്ന് പറയുമ്പോൾ ഈ കുട്ടി വിചാരിക്കുന്നത് ഇയാളുടെ മുഖത്തിൻ്റെ ഫീച്ചേഴ്സ് വെച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അഥവാ ഈ കുട്ടിയുടെ ചുണ്ട് തടിച്ചിട്ടാണ് എന്നുള്ള രീതിയിൽ ആളുകൾ സംസാരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ കുട്ടിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഈ രീതിയിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഭയങ്കരമായിട്ട് കൺസേൺഡ് ആവുക, എന്നിട്ട് അത് വൃത്തികേടാണെന്ന് വിചാരിക്കുക, അത് ബാക്കിയുള്ളവരെ കാണിക്കാൻ മടിയുണ്ടാവുക, അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരുപാട് സമയം മെനക്കെടുക എന്നുള്ള രീതിയൊക്കെയാണ് ഇങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും സ്വീകരിച്ചു വരാറുള്ളത്. ഇത് ശരീരത്തിലുള്ള ഏത് ബോഡി പാർട്ടും ആവും. അഥവാ തല മുതൽ കാലിൻ്റെ വിരൽ വരെയുള്ള ആളുകൾ പ്രത്യേകിച്ച് നോട്ടീസ് ചെയ്യാത്ത സ്ഥലങ്ങൾ വരെ ആവാം. ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ നഖം ഇങ്ങനെയാണ്, നിങ്ങളുടെ നഖമൊക്കെ ഇങ്ങനെയല്ലേ എന്നുള്ളതാണ്. എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. നിങ്ങളുടെ വിരൽ പോലെയല്ല എൻ്റെ വിരൽ കുറച്ചും കൂടി വൃത്തികേടാണ്, നിങ്ങളുടെ വിരലൊക്കെ നല്ല രസമുള്ള സംഗതിയാണ് എന്നുള്ളതാണ് അയാളുടെ പേടി. അപ്പോൾ എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത് അറിയുമില്ല. അവർ വിചാരിക്കുന്നത് ഏതോ ഒരു രീതിയിൽ വൃത്തികേടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ ചിലപ്പം വളരെ ചെറുതായിട്ടുള്ള ആളുകൾ നോട്ടീസ് ചെയ്യാത്ത അത്രയും വളരെ ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒരു മൈനറായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പം നഖത്തിൻ്റെ ചെറിയൊരു വളവോ അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതോ പോലെയുള്ള വളരെ ചെറുതായിട്ടുള്ള ആളുകൾ നോട്ടീസ് ചെയ്യാത്ത സംഗതികളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല, അവരാലോചിച്ചിട്ട് അതൊരു പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്നതായിരിക്കും. മുഖത്ത് ഇങ്ങനെ ഒരു സ്ക്രാച്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തൊപ്പി താഴ്ത്തിട്ടിട്ടൊക്കെ ആളുകളൊക്കെ ക്ലിനിക്കിലേക്കൊക്കെ വരാറുണ്ട്. അപ്പം സ്ക്രാച്ച് ഉണ്ട് എന്ന് പറയല്ലാതെ അവിടെ സ്ക്രാച്ച് കാണുമൊന്നുമില്ല, അവർക്ക് തോന്നുകയാണ് അവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട് എന്നുള്ളത്. ഒരുപാട് സമയം ക്ലാസ്സിൻ്റെ മുമ്പിൽ നിന്നിട്ട് അങ്ങനെ ചെക്ക് ചെയ്യും ഉണ്ടോ എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ചിട്ട് തൊപ്പി താത്തിയിട്ട് ആളുകളെ കാണിക്കാത്ത രീതിയിലൊക്കെ അത് മറച്ചു വെച്ചിട്ടൊക്കെയാണ് നടക്കുക. അപ്പോൾ ഈ രീതിയിൽ ആളുകൾ കാണാത്ത, ആളുകളെ ശ്രദ്ധിക്കാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ രീതിയിൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഡിപ്രസീവ് സിംറ്റംസ് പോലും കാണിക്കുന്ന അവസ്ഥയിലേക്ക് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ മാറാറുള്ളത്. ഇനി ഇതിൻ്റെ ഒരു കാരണമായിട്ട് മിക്കവാറും സമയങ്ങളിൽ വരാറുള്ളത് ഏതെങ്കിലും ഒരു ആങ്സൈറ്റി സ്പെക്ട്രത്തിൻ്റെ കൂടെയാണ് സാധാരണഗതിയിൽ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ വരാറുള്ളത്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് അവരുടെ ബോഡീനെ കുറിച്ച് മറ്റുള്ള ആളുകൾ വളരെ മോശമായിട്ട് ഏതെങ്കിലും സമയത്ത് കളിയാക്കുന്ന രീതിയിലോ തമാശക്കോ എങ്ങനെയാണെങ്കിലും സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡിസോർഡർ ടീനേജിൽ പ്രത്യേകിച്ചും വരാൻ സാധ്യതയുണ്ട്. ഇത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെയാണ് കാണപ്പെടുന്നത്. ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികളൊക്കെ കൂടി ചേർന്നിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇവളെ വിളിച്ചിട്ട് എന്താണ് മുഖമാണ് കാണാൻ കൊള്ളില്ല എന്നൊക്കെ ഏതോ വെറുതെ തമാശയായിട്ട് പറഞ്ഞുള്ള കുറച്ച് കമൻറ്റുകളാണ് ഈ കുട്ടിയിൽ ഈ ഒരു ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ ട്രിഗർ ചെയ്തത്. അങ്ങനെ പറഞ്ഞ സമയത്ത് കുട്ടി ഇങ്ങനെ ഓരോ ഭാഗത്തും ഫോക്കസ്ഡ് ആവാണ്, എവിടെയാണ് കാണാൻ രസമില്ലാത്തത് എന്നുള്ളത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കുറവൊന്നും ആ കുട്ടിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കൂടി
ചുണ്ട് കുറച്ച് തടിച്ചതാണ് എന്ന് കുട്ടിക്ക് സ്വയം തോന്നിയും ഇതുകൊണ്ടായിരിക്കാം എൻ്റെ മുഖം രസമില്ലാത്തത് എന്ന് വിശ്വസിക്കുകയും പിന്നീട് അതിനെ മാസ്ക് ചെയ്ത് നടക്കുകയും ആ മാസ്ക് ചെയ്ത് നടക്കുന്ന അത്രയും കാലം ഈ ഒരു പേടിനെ റീഇൻഫോഴ്സ് ചെയ്യുകയും അഥവാ ആ പേടി അതേപോലെ നിലനിൽക്കുകയാണ് ആ കുട്ടിയിൽ ചെയ്തത്. ആ പേടി അങ്ങനെ തന്നെ നിന്ന് പിന്നീട് അതൊരു സോഷ്യൽ ആങ്സൈറ്റിയിലേക്കും അഥവാ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നതിന് പേടിയാവുക, മറ്റുള്ള ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ പേടിക്കുക, പിന്നീട് അതിൻ്റെ കൂടെ ഒരു ഡിപ്രസീവ് ഫീച്ചേഴ്സും കൂടിയാണ് ഈ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തമാശയായിട്ടോ അല്ലെങ്കിൽ മിക്കവാറും റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ഡയലോഗുകളാണ് ഒന്ന് കരുവാളിച്ചല്ലോ, ഒന്ന് മെലിഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒന്ന് തടിച്ചല്ലോ, എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്, തിന്നാൻ കിട്ടുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ മിക്കവാറും ആളുകൾ സംസാരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകൾ പോലും ടീനേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് അഥവാ അഡോളസെൻറ്റിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ കൂടെ തന്നെ റിലേറ്റീവ്സിൽ ആർക്കെങ്കിലും അതോ അച്ഛനോ അമ്മക്കോ അല്ലെങ്കിൽ അവരുടെ പാരൻസിനോ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആങ്സൈറ്റി ഡിസോർഡർ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ പോലെയുള്ള ഏതെങ്കിലും ഡിസോർഡർ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇങ്ങനെയൊക്കെയാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ സാധാരണഗതിയിൽ ഡെവലപ്പ് ചെയ്യാറുള്ളത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അഥവാ അവരുടെ വിശ്വാസത്തിനെ മാറ്റുന്ന രീതിയിലുള്ള അവരുടെ ശരീരത്തിനെ കുറിച്ചുള്ള ചിന്തകളെ മാറ്റുന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിനുള്ള തെറാപ്പിയൊക്കെ ചെയ്തിട്ടാണ് ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ആർക്കെങ്കിലൊക്കെ കാണുന്നുണ്ട് എന്നാണെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. മിക്കവാറും ഇങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെ പ്രശ്നമുള്ള ആളുകൾ ട്രീറ്റ്മെൻറ്റിന് പോലും വരാൻ ഭയങ്കര മടിയായിരിക്കും. കാരണം ഇത് ആളുകൾ കാണുന്നത് വളരെ മോശമാണ് എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പോകാൻ പോലും ഇങ്ങനെയുള്ള ആളുകൾക്ക് പേടിയായിരിക്കും. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് വളരെ മോശമായിട്ടുള്ളൊരു സംഗതിയാണ് എന്ന് വിചാരിക്കാതെ നിർബന്ധമായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക. അല്ലെങ്കിൽ പിന്നീട് ഇത് ശരീരത്തിന് ഹാം ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളിലേക്കും സ്വഭാവത്തിലേക്കും ഇത് മാറാറുണ്ട്. ഈ സ്കിന്ന് നുള്ളി പറിക്കുക, അല്ലെങ്കിൽ പിരികം പ്ലക്ക് ചെയ്ത് കളയുക, ശരീരത്തിനെ വെറുതെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുക രീതിയിലുള്ള സൂയിസൈഡൽ ഐഡിയേഷനിലേക്ക് വരെ പോകുന്ന അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് വരെ പോകുന്ന ഒരു പ്രശ്നമായിട്ട് ഇത് മാറാറുണ്ട് എന്നുള്ളത് കൊണ്ട് നിർബന്ധമായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിനാകെ ചെയ്യാനുള്ളത്. സ്വന്തമായിട്ട് മാറ്റുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ ചിലപ്പം പോസിബിൾ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സൈക്കോളജിസ്റ്റിനെ കാണിക്കുക. പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു ഹെൽത്ത് കണ്ടീഷനാണ് ഈ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയുന്നത്. വേറെ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്